റേഡിയോ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ തുടങ്ങിയ ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു ആന്റിനയുടെ പങ്ക് വളരെ വലുതാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആക്കി മാറ്റാനും അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ തിരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കാനും സാധിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള തരംഗങ്ങളെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അവയെ പ്രക്ഷേപണം ചെയ്യാനും ആന്റിനകളെ ഉപയോഗിക്കുന്നു. ഓസിലേഷൻ അഥവാ ആക്സിലറേഷൻ നടത്തുന്ന ചാർജ് കണികകൾ സ്വമേധയാ പ്രൊപഗേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് രൂപപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആന്റിന പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക ആകൃതിയിലേക്ക് ബെൻഡ് ചെയ്യപ്പെട്ട കണ്ടക്ടറിന്റെ മധ്യഭാഗത്തായി ഒരു AC സോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ അപ്ലൈഡ് സോഴ്സിന്റെ ദിശ മാറുന്ന സ്വഭാവം കാരണം കണ്ടക്ടറിലുള്ള ഇലക്ട്രിക്കൽ ചാർജസ് ഓസിലേറ്റ് ചെയ്യപ്പെടുന്നത് വഴി ഇവിടെ ഒരു സെൽഫ് പ്രൊപഗേറ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് രൂപപ്പെടുന്നു. ഈ രീതിയിൽ ആന്റിന ഒരു സംപ്രേഷണ സാമഗ്രിയായി അഥവാ ഒരു ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നു. ഇതിന് വിപരീതമായി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആന്റിനയിലേക്ക് വന്ന് പതിക്കുമ്പോൾ ഇലക്ട്രിക് ചാർജുകൾ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകളിലുമായി മാറി മാറി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ആന്റിനയുടെ മധ്യഭാഗത്തായി ഒരു വേരിയിങ് വോൾട്ടേജ് സിഗ്നൽ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ആന്റിന ഒരു റിസീവറായി പ്രവർത്തിക്കുന്നു. തികഞ്ഞ സംപ്രേഷണത്തിന് ഒരു തരംഗദൈർഘ്യത്തിന്റെ പകുതി വരുന്ന രീതിയിലാണ് ആന്റിനയുടെ നീളം സെറ്റ് ചെയ്യേണ്ടത്. ഒരു പരാബോളിക് റിഫ്ലക്ടർ റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ LNBFലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയും അവിടെ വെച്ച് ഇൻകമിംഗ് സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുകയും കൂടുതൽ പ്രോസസ്സിംഗ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ഒരു കോയാക്സിയൽ കേബിൾ വഴി ഈ സിഗ്നൽ ഒരു TV യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. ഈ രീതിയിലാണ് ഒരു ഡിഷ് TV ആന്റിനയുടെ പ്രവർത്തനം.